അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പ് വിഷ്വലൈസിങ് ഡാറ്റയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഡാറ്റ പല സോഴ്സിൽ നിന്ന് ലൈക്ക് എക്സൽ, SQL അങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫോം ചെയ്യുന്നത് എവിടെയാണ്? പവർ ക്വറി എഡിറ്റർ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ? ഫ്രണ്ട് എൻഡിലോട്ട് വന്നിട്ട് ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുറെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പാണ് വിഷ്വലൈസിങ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഡാക്സ് കഴിഞ്ഞ് വരുന്നതാണ് വിഷ്വലൈസിങ് ഡാറ്റ. ഇനിയാണ് നമ്മൾ റിപ്പോർട്ട് വ്യൂവില് നമ്മൾ പല വിഷ്വലൈസേഷൻ ടൂൾസ് ലൈക്ക് ഗ്രാഫ്, പൈ ചാർട്ട്, ലൈൻ ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ വിഷ്വലൈസിങ് ഡാറ്റയിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുന്നുണ്ട്. മീൻസ് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് പല ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കാം. ഇപ്പം ഇവിടെ കുറെ ടൈപ്പ് ഓഫ് ഡാറ്റാസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ടൈം സീരീസ് ആണ്. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് ട്രെൻഡ്സ്, ചേഞ്ചസ് ഓവർ ടൈം ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് പ്രൈസ്, വെതർ ഡാറ്റ, അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ടൈം സീരീസ് യൂസ് ചെയ്യാം. പിന്നെന്താ? ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നോക്കുന്നതില്? ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ബഡ്ജറ്റ്, ക്യാഷ് ഫ്ലോ, പിന്നെന്താ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫിനാൻഷ്യലിൽ നമ്മൾ ആ ഡാറ്റയിൽ ഉള്ള വാല്യൂസ്. നെക്സ്റ്റ് പറയുന്നത് ജിയോസ്പേഷ്യൽ ആണ്. ജിയോസ്പേഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ലൈക്ക് മീൻസ് റീജിയൻ, സ്റ്റേറ്റ്, ഡെലിവറി റൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഓക്കെ, ആ ജിയോസ്പേഷ്യൽ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ടെക്സ്റ്റുവൽ ഡാറ്റയാണ്. ടെക്സ്റ്റുവൽ ഡാറ്റ എന്ന് പറയുമ്പം ഇപ്പം എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ കമന്റ്സ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക്, റിവ്യൂസ്, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഡാറ്റ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ അതിൽ കുറച്ച് ടൈപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഡു യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ കുറച്ച് ഗ്രാഫ് ലൈക്ക് ബാർ ചാർട്ടും പൈ ചാർട്ടും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോ കമ്പാരിസൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് വിഷ്വൽസ്, കോമൺ ആയിട്ട് വരുന്ന കുറച്ച് വിഷ്വൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂസ് ടു കമ്പയർ വാല്യൂസ് ഓവർ ടൈം ഓർ അക്രോസ് കാറ്റഗറീസ്. അപ്പൊ ടൈമിനെ ബേസ് ചെയ്ത് വരാണെങ്കിൽ ലൈൻ ചാർട്ടും ഏരിയ ചാർട്ടും. ഓക്കെ, അപ്പോ ഇവിടെ ഓരോന്നിനും ഓരോ ചാർട്ട്സ് ഉണ്ട്. ഇപ്പൊ കമ്പോസിഷൻ ആണെങ്കിൽ എന്താ? അതായത് ഇപ്പൊ നമ്മൾ വാല്യൂസിനെ ബ്രേക്ക് ചെയ്തെടുക്കാന്ന് അറിയില്ല. ഇപ്പൊ കാറ്റഗറീസിനൊക്കെ ബ്രേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിനാണെങ്കിൽ പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂസ് ടു ഷോ ദ ഫ്രീക്വൻസി ഓഫ് വാല്യൂസ് വിത്തിൻ എ സീരീസ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടി കോമൺ ആയിട്ട് വരുന്ന വിഷ്വൽസ് ആണ് ഹിസ്റ്റോഗ്രാം, ഡെൻസിറ്റി പ്ലോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ടു ഷോ കോറിലേഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ, കോറിലേഷൻ ഗ്രാഫിക് ഉണ്ടല്ലോ, കോറിലേഷൻ മെട്രിക്സ്, ബബിൾ ചാർട്ട്, സ്കേറ്റർ പ്ലോട്ട് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒത്തിരി വിഷ്വൽസ് ഉണ്ട്. മോർ ദാൻ 200 വിഷ്വൽസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹൂ ഇസ് ദ എൻഡ് യൂസർ ആൻഡ് വാട്ട് ഡു ദേ നീഡ്. അപ്പൊ ഇവിടെ എന്താ? അനലിസ്റ്റ് വരുന്നുണ്ട്, മാനേജർ വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. ഇനി അവരുടെ എന്താ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഇതൊക്കെ വിഷ്വലൈസേഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ ജസ്റ്റ് നോക്കാം.